ഇന്ത്യ നരേന്ദ്രമോദിയുടെ കൈകളിൽ തന്നെ എന്ന് എക്സിറ്റ് പോളുകളെല്ലാം ഒറ്റ സ്വരത്തിൽ പ്രവചിക്കുന്നു. ഇതുവരെ പുറത്തു വന്ന രാജ്യവ്യാപകമായി കണക്ക് പറഞ്ഞ 4 എക്സിറ്റ് പോളുകളും NDAക്ക് 350-ൽ കൂടുതൽ സീറ്റുകളാണ് പ്രവചിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ 353-നെ മറികടന്ന് നരേന്ദ്രമോദിയുടെ രഥയാത്ര ഇതാ ഭാരത മണ്ണിൽ നടക്കുന്നു എന്നിതാ എക്സിറ്റ് പോളുകളെല്ലാം പറയുന്നു. വിവിധ എക്സിറ്റ് പോളുകളുടെ വിവരങ്ങളാണ് പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഉത്തർപ്രദേശിൽ, രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ 74 സീറ്റുകൾ വരെ 62 മുതൽ 74 സീറ്റുകൾ വരെ NDA നേടിയേക്കാം എന്നുള്ളതാണ് ജൻ കി ബാത്തിന്റെ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന സർവേ. ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് ഓവറോൾ തമിഴ്നാട്ടിലേതാണ്. തമിഴ്നാട്ടിലേത് ABP ന്യൂസിന്റേത് 37 മുതൽ 39 വരെ ഇന്ത്യ മുന്നണി, DMKയുടെ കരുത്തിലാണത്. NDAക്ക് 0 മുതൽ 2 വരെ, മറ്റുള്ളവർ 0. ജൻ കി ബാത്ത് 34 മുതൽ 38 വരെ ഇന്ത്യ മുന്നണി, 0 മുതൽ 5 വരെ NDA, വെറും 1 സീറ്റ് മറ്റുള്ളവർ ആരോ. അത് ADMK. നേരത്തെ ഈ കണക്ക് നേരത്തെ വന്നതാണ്, ഒരിക്കൽ കൊടുത്തതാണ്. ഇന്ത്യ മുന്നണി 22 മുതൽ 26 വരെ, 5 മുതൽ 7 വരെ NDA മുന്നണി. ടൈംസ് നൗ 30 സെക്കൻഡുകൾക്ക് മുമ്പ് പുറത്തുവിടുന്ന ഒരു കണക്ക് ഇങ്ങനെയാണ്. അത് ഹിമാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടാണ്. BJP 3, കോൺഗ്രസ് 1 എന്നുള്ളതാണ്. കോൺഗ്രസിന് കിട്ടുന്ന 1 ഏതായിരിക്കും? മണ്ഡി ആയിരിക്കും. അതെ, മണ്ഡി സീറ്റില് കങ്കണ റണാവത്ത് തോക്കുവോ? എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പക്ഷെ അതിനപ്പുറത്ത്, ഹിമാചലിനപ്പുറത്ത് UP എന്നത് ആദ്യ സൂചനയാണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് 74 സീറ്റ് വരെ UPയിൽ BJP മുന്നോട്ട് പോകുന്നുവെങ്കിൽ അയോധ്യ ഒരു വട്ടം കൂടി തരംഗമായി തന്നെ മാറുന്നു. പ്രതിസന്ധികൾക്കിടയിൽ ജയറാം എന്ന് മോദി വിളിക്കുന്നതിന് ഒരു വട്ടം കൂടി ഫലം കാണുന്നു എന്നതിന്റെ സൂചനയാണ് 74. എന്തായാലും കഴിഞ്ഞ തവണ 62, അപ്നാദളിന് 2 സീറ്റ്, അനുപ്രിയ പട്ടേലിന്റെ പാർട്ടിക്ക് 2. അതിന് മുന്നോട്ട് ഉത്തർപ്രദേശിലെ പുതിയ കണക്ക് റിപ്പബ്ലിക് ഭാരത് ഉത്തർപ്രദേശിൽ BJPക്ക് 69 മുതൽ 74 സീറ്റ് വരെ, ഇന്ത്യ മുന്നണിക്ക് 6 മുതൽ 11 സീറ്റുകൾ വരെ മാത്രം. ഇന്ത്യ ന്യൂസ് ഡൈനാമിക്കിന്റെ കണക്ക് ഉത്തർപ്രദേശിൽ BJP 69 വരെ, ഇന്ത്യ മുന്നണി 11 സീറ്റ് വരെ മാത്രം. അതായത് എല്ലാ സർവേകളും 62-ന് മുകളിൽ. കഴിഞ്ഞ തവണ BJP നേടി 62-ന് മുകളിൽ സീറ്റുകളാണ് പ്രവചിക്കുന്നത്. 70-നടുത്തുള്ള സംഖ്യ. കണക്കുകളും തെറ്റിപ്പോകുന്നു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മുന്നോട്ട് വെക്കുന്ന സൂചനകൾ. 65+, 70-നടുത്ത് BJP ഉത്തർപ്രദേശ് തൂത്തുവാരും. 68 മുതൽ 74 സീറ്റുകൾ വരെ ജൻ കി ബാത്ത് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ. ഈ എക്സിറ്റ് പോളിന്റെ ആദ്യ സൂചന അങ്ങനെയെങ്കിൽ UPയെ പറ്റി തന്നത് P ബസന്താണ്. വളരെ ശക്തമായി പ്രതിപക്ഷം, വളരെ ശിഥിലമായൊരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നുപോയത്. കണ്ടിടത്തെല്ലാം, പോയിടത്തെല്ലാം അനുകൂലമായ ചില സൂചനകളുണ്ട്. എനിക്ക് തോന്നുന്നു പെട്ടെന്നൊന്ന് P ബസന്തിലേക്ക് പോയി വരാൻ തോന്നുന്നു. ബസന്ത്, എങ്ങനെയാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിതി BJPക്ക് കൂടുതൽ അനുകൂലമായി മാറുന്നത്? എന്നാൽ രാജസ്ഥാൻ ഒരു അപവാദമായി നിൽക്കുന്നു. ഇപ്പോൾ ഉള്ള ഫലസൂചന അനുസരിച്ച് നരേന്ദ്രമോദിക്ക് വലിയ വിജയമുണ്ടാകുന്നു ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. രാജീവ്, ഇതിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഘടകം നമുക്ക് ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ ഏജൻസികളും നടത്തിയിട്ടുള്ള സർവേ പ്രകാരം ഒരു കാര്യം അതിൽ ഒരു സൂചനയുള്ളത്, BJPക്ക് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും 50%-ലധികം വോട്ടുകൾ നേടുന്നു എന്നുള്ളതാണ്. അതൊരു ചെറിയ സംഭവമല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും, തമിഴ്നാട്ടിലും കേരളത്തിൽ പോലും ഉയർന്ന ശതമാനമാണ് അവർക്ക് പ്രവചിക്കുക. കേരളത്തിൽ 27% വരെ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആരുടെയോ ബേസ് ഒലിച്ചു പോകുന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസിൻ്റെ ആണോ ഇടതുപക്ഷത്തിൻ്റെതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷേ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 50%-ലധികം വോട്ട് BJPക്ക് ലഭിക്കുന്നു എന്നുള്ള വലിയൊരു ഘടകം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും കണ്ടെത്തേണ്ടതാണ്. മറ്റൊന്ന്, ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ തവണ ലഭിച്ച 62 സീറ്റിൽ എല്ലായിടത്തും 50%-ലധികം വോട്ടുണ്ടായിരുന്നു. 15% വോട്ട് പോയാലും 55 സീറ്റുകൾ ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ 65-ലധികം സീറ്റുകൾ അവർക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ നിലനിർത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നു. പക്ഷേ അവിടെ BSP എന്നുള്ളൊരു ഘടകം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഉത്തർപ്രദേശിൽ നമ്മളിപ്പോൾ കണ്ടത്. കഴിഞ്ഞ തവണ 10 സീറ്റ് BSPക്ക് ലഭിച്ചെങ്കിൽ 5 സീറ്റാണ് സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചത്. അത് മാറി BSPക്ക് 10 സീറ്റ് ലഭിച്ചിരുന്നു. ഇത്തവണ സമാജ്വാദി പാർട്ടി കൂടുതൽ സീറ്റുകൾ നേടുന്നു. കോൺഗ്രസ് 1-2 സീറ്റുകളിലേക്ക് ചുരുക്കപ്പെടാം. അത് റായ്ബറേലി ആകാം, ചിലപ്പോൾ അമേഠിയാകാം. അതാണ് അതിലെ സത്യാവസ്ഥ. ഈ രാജ്യത്താകമാനം തന്നെ വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഈവൻ തമിഴ്നാട്, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും 50%-ലധികം സീറ്റുകളിലേക്ക്, അല്ലെങ്കിൽ വോട്ട് ഷെയറിലേക്ക്, അല്ലെങ്കിൽ ഉയർന്ന വോട്ട് ഷെയറുകളിലേക്ക് BJP എത്തുന്നു എന്നുള്ളൊരു ഘടകം നമ്മൾ മറന്നുകൂടാ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ ദേശീയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. രാജീവ്.